ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂപ്പിസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്കിന്ന് വ്യാഴാഴ്ച ആയിട്ട് നമ്മുടെ ഗെയിമിൽ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് ഇതാ ഗെയിം ഓപ്പൺ ആക്കിയപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും വന്നില്ല ഗൈസ്. ഇവന്മാർ പണി വീണ്ടും എന്താണിത് വെച്ചാൽ നമ്മൾ ഷോർട്ട് ടൈം വിചാരിച്ചായിരുന്നു, അത് വന്നു, അതില്ല. എന്നാലും കഴിഞ്ഞ 8th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് അവന്മാർ നമുക്ക് ഫ്രീ ആയിട്ട് എപ്പിക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു. അതുപോലെ ഇപ്പോഴും കൊണ്ടുവരും വിചാരിച്ച് ഞാൻ സർപ്രൈസായിട്ട്. പക്ഷെ അവന്മാർ മുഞ്ചിച്ചു, പണി വിട്ടു. മാരാകെ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. സോ അതിന് മുമ്പ് ഇതാ ഇപ്രാവശ്യം റിവാർഡായിട്ട് കുറച്ച് സാധനമുണ്ട്. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ട്രൈ ആയിട്ട് ഒരെണ്ണം കിട്ടുന്നുണ്ട്. നമ്മുടെ ഡ്രോഗ്ബയുടെ പാക്കാണ് അത്. അപ്പോൾ അതിലത് ഈ ഡ്രോഗ്ബയുടെ ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 9th ആനിവേഴ്സറിയുടെ ആയിട്ട് ഒരു ഷാഡോ ഹണ്ട് പറഞ്ഞിട്ട് പുതിയ പാക്കാണ്, അതിൻ്റെ ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പാനിഷ് ലീഗ് വിക്ടറിയുടെ ഭാഗമായിട്ട് നമുക്ക് ഫെറാൻ ടോറസിൻ്റെ ഒരു ഇത് ബാഴ്സലോണ കപ്പടിച്ചല്ലോ, ഞങ്ങൾ പൊട്ടിച്ചിട്ട് പിന്നെ കപ്പടിച്ച്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഫെറാൻ ടോറസ് ഉണ്ട്. സോ അത് ഇതാ അതിന് ഇങ്ങനെ എടുക്കണല്ലേ. ഇപ്പോൾ ഫെറാൻ ടോറസിൻ്റെ ഇത് ബിഗ് ടൈം ഒന്നല്ല കേട്ടോ, സാധാ പ്ലെയർ ഓഫ് ദി വീക്കില്ല, അതുപോലത്തെ പ്ലെയർ ഓഫ് ദി സീസൺ. അതുപോലെ തന്നെ നമ്മളുടെ സെലിൻസ്കി, അത് നമ്മളുടെ ഇന്റർ മിലാൻ കപ്പടിച്ചോടെ. സോ അവർക്ക് വേണ്ടിയിട്ട് പ്ലെയർ ഓഫ് ദി സീസൺ ഇവനായത് ഡിമാർക്കും അല്ല ഇത്, എന്തേലും ആവട്ടെ. സോ മൂപ്പരെയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ കിടക്കട്ടെ, കുഴപ്പമില്ല. പിന്നെ ഒരു അതവിടെ കിടന്നോട്ടെ, ഇനി എടുക്കാൻ പോണ്ട. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം കോൺട്രാക്ട് ടിക്കറ്റ് കോൺട്രാക്റ്റ് പോയി കഴിഞ്ഞാൽ പുതിയ പാക്ക് വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ പുതിയ പാക്കൊക്കെ വന്നിട്ടുണ്ട്. സോ പാക്ക് പുതിയതായിട്ടൊരു സ്കില്ലായിട്ടാട്ടോ വന്നിരിക്കുന്നത്, ഷാഡോ ഹണ്ട് പറഞ്ഞിട്ട്. അതായത് ഒന്നുമില്ല, ട്രാക്ക് ബാക്ക് പോലത്തെ ഒരു സ്കില്ലാണ്. ഓപ്പണിൻ്റെ പിന്നെ പോയിട്ട് പന്ത് പെട്ടെന്ന് എടുത്ത് റിക്കവർ, സ്പീഡ്, ആക്സലേഷൻ ഒക്കെ കൂട്ടി കിട്ടും. അങ്ങനത്തെ ഒരു സാധനമാണ് സാധനം. ഓക്കെ, സോ അതിൽ നമുക്ക് ഏരിയൽ ഫോർട്ട് പ്ലസ് ഷാഡോ ഹണ്ടായിട്ട് ഇവിടെ കെനവേറ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലോങ് റീഡ് ടാക്കിൾ പ്ലസ് ഷാഡോ ഹണ്ട് പറഞ്ഞിട്ട് ഇവിടെ മാൾഡീനി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യം പുതിയതായിട്ടൊരു പ്ലെയറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡിറോസി. സോ ഡിറോസിക്ക് അറിയാലോ, റോമയുടെ എക്കാലത്ത് വെച്ച ലെജൻഡുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നത് നമ്മളുടെ ടോട്ടി കഴിഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റ് റോമയുടെ ഒരു ഇതിൽ ഞാൻ കാണുന്ന ഒരാൾ ഡിറോസിനെ കേട്ടോ. അപ്പോൾ ആൾ വന്നിരിക്കുന്നത് ഷാഡോ ഹണ്ട് പ്ലസ് ഫിനോൽ പാസ്സാണ്. അപ്പോൾ ഇതിൽ കെനവേറ വന്നിരിക്കുന്നത് ഡിസ്ട്രോയർ പ്ലേ സ്റ്റൈലായിട്ട് തന്നെ കേട്ടോ. നല്ല സ്റ്റാറ്റ്സ് ഉണ്ട്, പക്ഷേ ആൾ ഒരു സെൻട്രൽ ബാക്ക് ഇതിൻ്റെ ഹൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. ഓക്കെ, 176 പക്ഷെ ആൾ റിയൽ ലൈഫിൽ കിങ് ആയിരുന്നു, നമുക്ക് അറിയാലോ. അതുപോലെ തന്നെ നമ്മുടെ ഡിഫെൻസീവ് ഫുൾ ബാക്ക് ആയിട്ടാണ് നമ്മളുടെ മാൾഡീനി വന്നിരിക്കുന്നത്. നല്ല സ്റ്റാറ്റ്സ് എന്തായാലും ഉണ്ട്. ഇയാളുടെ ഒരു ഒറിജിനൽ സാധനം ഇന്ത്യയിലുണ്ട്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഓക്കെ, ഒറിജിനൽ എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട് ഗൈസ്. അതുപോലെ തന്നെ ഡിറോസ് വന്നിരിക്കുന്നത് ആങ്കർമാനായിട്ട്. അപ്പോൾ 3 പേർക്ക് നല്ല സ്റ്റാറ്റ്സ് ഉണ്ട്, കിഡിലിനാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഈ പാക്ക് പോണവരൊക്കെ ജസ്റ്റ് സാറ് കമൻറ്റ് ചെയ്യട്ടോ. നല്ല പാക്കിനെ ഒന്നും പറയില്ല, നല്ല പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത് ഫ്രീ ആണ് കുറച്ച്. പിന്നെ പ്ലെയർ ഓഫ് ജിക്ക് നോക്കുകയാണെങ്കിൽ ഇതാ നമ്മളുടെ ഡുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻഡേഴ്സൺ, ട്രൊസാഡ്, പിന്നെ മൈക്കിൾ ജോർജിയോ ചങ്ങായി, പിന്നെ റാഷ്ഫോർഡ് വന്നിട്ടുണ്ട്, മയോല് വന്നിട്ടുണ്ട്, പീറ്റർസർക്ക് വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ റയാൻ, അങ്ങനെ കുറച്ച് പ്ലേസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഡുങ്കോക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്ലെയർ ഓഫ് ദി നിങ്ങൾ ഇതിൽ ആരുടെ ടാർഗറ്റ് ജസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടോ. പിന്നെ വന്നിരിക്കുന്നതാണ് അവിടെ ഡ്രോഗ്ബയുടെ. സോ ഡ്രോഗ്ബ ബുള്ളച്ചെഡ് ഡ്രോഗ്ബ ഉണ്ടോ, നിങ്ങളിത് കണ്ടു വിചാരിക്കുന്നുണ്ട്. സോ ബുള്ളച്ചെഡ് ഡ്രോഗ്ബയാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വട്ടം ഇതിൻ്റെ പകരം ഒരു 7 എപ്പിക്ക് കൊണ്ടുപോകുന്നായിരുന്നു ഫ്രീ ട്രൈ ആയിട്ട്. പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ കളക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മേ ബി കഴിഞ്ഞ മാസം നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അവർ ഫ്രീ കാർഡ്സ് കൊണ്ടുവന്നായിരുന്നു, അതുകൊണ്ടായിരിക്കും ഇപ്രാവശ്യം ഇങ്ങനെ കൊണ്ടുവന്നായിരുന്നത്. ഇപ്പോൾ എന്തായാലും ഇതിൽ ഡ്രോഗ്ബ മാത്രമല്ല, പക്ഷേ ഈ ഡ്രോഗ്ബേനെ എന്തിനാ കൊണ്ടുവരുന്ന എനിക്ക് മനസ്സിലാവില്ല. ഇവർ ഓൾറെഡി ഡ്രോഗ്ബയുടെ ഈ ഐവറി കോസ്റ്റിൻ്റെ തന്നെ മുന്നൊരു കാർഡ് തന്നിട്ടുള്ള നമുക്ക് ഇവന്മാർ പിന്നെ എന്ത് ചുണ്ണിക്കാണ് ഈ സാധനം കൊണ്ടുവരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊരു കഷ്ടമാണത്. ഇവിടെ വേറെ വല്ല പ്ലേയേഴ്സും തന്നൂടെ അവർക്ക്. ഈ ഡ്രോഗ്ബ തന്ന തന്നെ വീണ്ടും എന്തിനാ ഇവന്മാർ ഈ മൂലക്കിട്ട് തരണത്? ഇവന്മാർ ഈ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല യൂസേഴ്സിന്, ഇത് ഇവന്മാരെ കുറച്ച് പഠിപ്പിച്ചേ തീരൂ. ഡ്രോഗ്ബ വന്നിരിക്കും ബുള്ളറ്റ് കാർഡാണ്, ഏജ് 28 കഴിച്ച് 2006 ഓക്കെ, ആ ലോകകപ്പിന് യോഗ്യതയൊക്കെ നേടിയില്ല അപ്പോഴത്തെ. അപ്പോൾ ഇതെനിക്ക് മനസ്സിലായി. ഡ്രോഗ്ബയ്ക്ക് വരെ വേറെ ഏത് കാർഡ് കൊണ്ടുവന്നാലും കുഴപ്പമില്ല, മെസ്സിയുടെ കൊണ്ടുവന്നാലും സീനില്ല. കുറേ തന്നാണ്, എന്നാലും അത് വന്നാലും ഈ ഡ്രോഗ്ബയുടെ എന്തിനാ തരുന്നത് എനിക്ക് മനസ്സിലാവില്ല. കുഴപ്പമില്ല, എൻ്റെ PC കളിച്ചെടുക്കാൻ അത് നടക്കൂ. സോ ഇതിനെന്തായാലും ഫ്രീ സ്പിൻസ് കുറച്ച് ഇട്ടുണ്ട്. ഇതിനെന്തായാലും ഒരു ഫ്രീ സ്പിൻ ഉണ്ട്, അതെന്തായാലും നമുക്ക് വെറുതെ ഒരു സ്പിന്ന് കൊടുക്കാം. തരികയാണെങ്കിൽ നല്ലതല്ലേ. സെൻട്രൽ ഫോർവേഡ് ഡ്രോഗ്ബ അല്ല, കാര്യമായിട്ട് അറിഞ്ഞൂടെ അത്. പിന്നെ പോട്ടെ അവിടെ. പിന്നെയാണ് നമുക്ക് ഈ ഫ്രീ ട്രൈ. ഓക്കെ, ഇതാണ് പിന്നെ നമുക്കൊരു അനുകൂലമായിട്ടുള്ള സംഭവം നമ്മുടെ യൂസേഴ്സിന്. സോ വേൾഡ് വൈഡ് 9th ആനിവേഴ്സറി ആയിട്ട്, മൊബൈലിൻ്റെ ആനിവേഴ്സറി ആയിട്ട് അവർ വന്നിരിക്കുന്നത് ഷോർട്ട് ടൈമാണ്. സോ ഇതിന്ന് ഒരാളെ നമുക്ക് സെലക്ഷൻ കോൺട്രാക്റ്റ് വഴി എടുക്കാൻ പറ്റും. ഇതിൽ വന്നിരിക്കുക നമ്മുടെ വിഷണറി പാസ് ആയിട്ട് നമ്മുടെ കിമിച്ച് വന്നിട്ടുണ്ട്, DMF ഓർക്കസ്ട്രേറ്റർക്കാണ്. ഈ പാക്കിൽ തന്നെ ബെസ്റ്റ് കാർഡ് വേണമെങ്കിൽ പറയാം.
നല്ല സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ 103 ഓവർ റേറ്റിംഗ് വരുന്ന പാക്കാണ് കേട്ടോ. അപ്പോൾ ഈ 4 പേരുടെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ ചെയ്യണതായിരിക്കും. അതുപോലെ തന്നെ വന്നിരിക്കുന്നതാണ് നമ്മളുടെ നിക്ക് ഓറിലി. സോ ഓറിലി വന്നിരിക്കുന്നത് നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ മാഞ്ചസ്റ്റർ പ്ലെയറാണ്, ലെഫ്റ്റ് ബാക്ക് ആയിട്ടാണ്. അവിടെ ഒരു ഗുള്ളിറ്റ് വെർഷനാണ് കേട്ടോ. ലെഫ്റ്റ് മിഡ്ഫീൽഡ് DMF CMF AMF SS എല്ലായിടത്തും കളിക്കും, CF ഒക്കെ കളിക്കും കേട്ടോ. ഓക്കെ, സോ ഫുൾ ബാക്ക് ഫിനിഷറായിട്ടാണ് വന്നിരിക്കുന്നത്. ആൾക്ക് വന്നിരിക്കുന്നത് സ്കില്ല് മറ്റേ ലോങ് റീടാക്കിളാണ്. പിന്നെ ഏരിയൽ ഫോട്ടോ ആയിട്ട് നമ്മളുടെ ഡിലൈറ്റ്. ഈ കാർഡും ഈ പാക്കത്തെ ബെസ്റ്റ് കാർഡാണ്. ഓക്കെ, സോ ബിൽഡപ്പ് കാർഡാണ്, നല്ല സ്റ്റാറ്റ്സ് വരും. ഏരിയൽ ഫോട്ടോ ആണ്. പിന്നെ സോ ഡിലൈറ്റും കിബിറ്റും നമുക്ക് ചില കൂടുതൽ ആൾക്കാർക്ക് ഒരു അറിയണ ഒരു ഫാൻ ബേസ് ഉള്ള ഒരു കാർഡ്സാണ് ഈ രണ്ടെണ്ണം. അപ്പോൾ ഇതിൽ നിങ്ങൾ ആരും എടുക്കുക സാർക്കാൻ വേണ്ടി. പിന്നെ ഒരു എഡ്ജർ ക്രോസിംഗ് ആയിട്ട് കുഡ് ഗ്ലൂ കടോൾ ആ ചെങ്ങായി. ഓക്കെ, സോ എഡ്ജർ ക്രോസിംഗ് ആണ് മൂപ്പര്. എന്നാലും ഈ കാർഡ് പോരാ, സ്റ്റാറ്റ്സൊക്കെ പോരാ അത്രയ്ക്ക്. അപ്പോൾ ഈ 4 പേരും ഡീറ്റെയിൽഡ് ആയിട്ടൊരു റിവ്യൂ ആരെടുക്കണം എന്നുള്ള രീതിയിലൊരു റിവ്യൂ നമുക്ക് എന്തായാലും ചെയ്യാം കേട്ടോ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യും, നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് മാത്രമാണ് നമുക്ക് അനുകൂലമായിട്ട് ഇന്ന് പാക്കിൽ വന്നിട്ടുള്ളൂ. ബട്ട് വൈ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണ ഒരു ഇതല്ല 9th ആനിവേഴ്സറിയുടെ ക്യാമ്പയിൻ. പിന്നെ അങ്ങനെ സ്പെഷ്യലായിട്ട് ഒരു മറ്റവിടുത്തെ സാധനമാർ കൊണ്ടുവന്നിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എന്താ പറയാല്ലേ, ഈ പാക്ക് മാത്രം സത്യാവസ്ഥയിലൊന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ എന്താ ചെയ്യുക, കുഴപ്പമില്ല, ഫോണിൽ പോട്ടെ. എന്തായാലും ഇതിൽ നിങ്ങളുടെ ടാർഗറ്റ് ആരാ കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് തിങ്കളാഴ്ച വരുന്ന പാക്കിനെ കുറിച്ചുകൂടി ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കുക. അതിന് മുമ്പ് നമുക്ക് ഈ ഇതിൽ പോവാം. ഒരു മിനിറ്റ്, ഇതാ മിഷീൻസിൽ പോയിട്ട് കോൺട്രാക്റ്റിൽ എന്താ കിടക്കുന്നത്? അയ്യോ, ഇതിൽ ഫ്രീ ട്രൈ ഉണ്ട്, ഇത് ഇറക്കട്ടെ എന്നാൽ. ഓക്കെ, അവിടെ ഇറക്കട്ടെ. അപ്പോൾ അതും പോയി കിട്ടി, സമാധാനമായില്ലേ? അപ്പോൾ അവിടെ എടുക്കട്ടെ. മിഷീൻസിൽ വേണ്ടി ഇത് പറഞ്ഞുതരാം ഞാൻ. അപ്പോൾ നമുക്ക് മിഷീൻസിൽ പോയി കഴിഞ്ഞാൽ ഇതാ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇതിൽ നിങ്ങൾക്ക് ഇനി ഈ മെയിൻ സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടുക 28-ാം തീയതി ആവണം. 28-ാം തീയതി വരെ പോയിട്ട് നിങ്ങൾ അവിടെ നിന്ന് കളിച്ചു തീർന്നാൽ മാത്രമാണ്. 28-ാം തീയതിക്കാണ് അത് ഓപ്പൺ ആവുള്ളൂ. ഓക്കെ, സോ എന്നാലാണ് നമുക്ക് ഈ പാക്ക് ഓപ്പൺ ചെയ്യാൻ കിട്ടുള്ളൂ. നമ്മളുടെ ഡിലൈറ്റ് കിമിച്ചൊക്കെ ഉള്ളത്. അപ്പം അതിന്ന് പിന്നെ ഡ്രോഗ്ബേഡതായിട്ട് 1 2 3 4 5 6 ഫ്രീ സ്പിന്നും കിട്ടും ഡ്രോഗ്ബേയുടെ പാക്കത്തെ. ഓക്കെ, എന്താ പറയേണ്ടത്, എനിക്ക് തൊള്ളേന്ന് കുറേ കയറി വരുന്നുണ്ട്. അതും പോരാണ്ട് 1 2 3 സ്പിന്ന് ഇവിടെ നിന്നും കിട്ടും. ടോട്ടൽ അപ്പോൾ 6 9 10 സ്പിന്നായിട്ട് ഫ്രീ ആയിട്ട് കിട്ടും തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ടോട്ടൽ 10 സ്പിന്ന് ഡ്രോഗ്ബേഡിൽ കിട്ടും. വലിയ അവിടെ ഊക്കി പറയാനുള്ള സംഭവമൊന്നുമില്ല. ഊക്ക ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ നമുക്കൊരു ഇതായിട്ട് പറയാനുള്ളതൊന്നുമില്ല. ഓക്കെ, പിന്നെ നമുക്ക് തിങ്കളാഴ്ച വരുന്ന എപ്പിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തിങ്കളാഴ്ച ഒരു ഷോർട്ട് ടൈം കാർഡാണ് വരുന്നത്, ബിഗ് ടൈം കാർഡ്. ഓക്കെ, സോ അതിൽ നമ്മുടെ ഡിമാർക്ക് വരുന്നുണ്ട്, ഇറ്റാലിയൻ ലീഗിൻ്റെ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലൂക്ക മോഡ്രിച്ച് വരുന്നുണ്ട്. പിന്നെ വരണതാണ് നമ്മളുടെ നിക്കോ പാസ്. ഈ 3 പേരാണ് നമുക്ക് തിങ്കളാഴ്ച വരുന്നത്. അതും പോരാണ്ട് നമുക്ക് ചെൽസിയുടെ ഒരു ക്ലബ് സെലക്ഷനും അവൈലബിൾ ആവുന്നുണ്ട്. അതിലത്തെ പ്ലേസിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തിങ്കളാഴ്ച വരുന്നത് കേട്ടോ. വേറെ നമുക്ക് എടുത്ത് പറയാനുള്ളതൊന്നും ഗെയിമായിട്ട് കൊണ്ടുവന്നിട്ടില്ല. നന്ദിയുണ്ട് കൊണാമി, ആസ് യൂഷ്വൽ തന്തയില്ലായ്മ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, വേറൊന്നും പറയാല്ലേ ഗൈസ്. എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമൻറ്റ് ചെയ്യും. ഇതിൻ്റെ പാക്ക് ഓപ്പണിംഗ് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെന്തായാലും ഉടനടി വരണതായിരിക്കും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.